സ്നേഹമുള്ളവരെ, ലോഗോസ് ബൈബിൾ ക്വിസ് 2025 26-ാം എപ്പിസോഡിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ന്യായാധിപന്മാർ 11-ാം അധ്യായമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണുക. ന്യായാധിപന്മാർ 11-ന്റെ ഒരു ആമുഖം. ന്യായാധിപന്മാർ 11 ഒരു ധീരയോദ്ധാവും വേശ്യയുടെ മകനുമായ ജെഫ്തയെ പരിചയപ്പെടുത്തുന്നു. കുടുംബം അവനെ തള്ളിക്കളഞ്ഞു. പക്ഷേ പിന്നീട് അമ്മോന്യർക്കെതിരെ ഇസ്രായേലിനെ നയിക്കാൻ അവനെ വിളിച്ചു. യുദ്ധത്തിന് മുമ്പ് അവൻ നയതന്ത്രം പരീക്ഷിച്ചു. അവൻ്റെ നിർണായക നിമിഷം ഒരു തിടുക്കത്തിലുള്ള നേർച്ചയോടെയാണ് വരുന്നത്. വിജയിച്ചാൽ വീട്ടിൽ തന്നെ എതിരേൽക്കാൻ പടിവാതിലിലേക്ക് ആദ്യം വരുന്ന വ്യക്തിയെ ബലിയർപ്പിക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്യുന്നു. ദാരുണമായി ഇത് അവൻ്റെ ഏക മകളായി മാറുന്നു. വിശ്വാസം, നേതൃത്വം, തിടുക്കത്തിലുള്ള വാഗ്ദാനങ്ങളുടെ അനന്തരഫലങ്ങൾ എന്നിവയുടെ പ്രമേയങ്ങൾ ഈ അധ്യായം എടുത്തുകാട്ടുന്നു. നമ്മൾ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുകയാണ്. 30 ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ജെഫ്ത ഏത് ഗോത്രത്തിൽ നിന്നുള്ളവനായിരുന്നു? ജെഫ്ത ഏത് ഗോത്രത്തിൽ നിന്നുള്ളവനായിരുന്നു? അതാണ് ആദ്യത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഗിലെയാദ് ഗോത്രത്തിലായിരുന്നു. ന്യായാധിപന്മാർ 11:1 നമ്മളത് വായിക്കുന്നു. ഗിലെയാദ്. രണ്ടാമത്തെ ചോദ്യം, ജെഫ്തയെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയവരാരായിരുന്നു? ജെഫ്തയെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയവർ ആരായിരുന്നു? അതാണ് അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഗിലെയാദിൻ്റെ ഭാര്യാമക്കൾ. ന്യായാധിപന്മാർ 11:2 ഗിലെയാദിൻ്റെ ഭാര്യാമക്കളാണ്. ന്യായാധിപന്മാർ 11:2. മൂന്നാമത്തെ ചോദ്യം, ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി താമസിച്ച സ്ഥലം ഏത് സ്ഥലത്തേക്കാണ് ജെഫ്ത ഓടിപ്പോയത്? അതാണ് മൂന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം തോബ്. ന്യായാധിപന്മാർ 11:3 അത് കാണുന്നു. തോബ് എന്ന സ്ഥലത്തേക്കാണ് ജെഫ്ത ഓടിപ്പോയത്. നാലാമത്തെ ചോദ്യം, ജെഫ്തയുടെ പിതാവ് ആരായിരുന്നു? ജെഫ്തയുടെ പിതാവ് ആരായിരുന്നു എന്നതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം ഗിലെയാദായിരുന്നു ജെഫ്തയുടെ പിതാവ്. ന്യായാധിപന്മാർ 11:1. അഞ്ചാമത്തെ ചോദ്യം, ജെഫ്തയെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാര്? ജെഫ്തയെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാര് എന്നാണ് അഞ്ചാമത്തെ ചോദ്യത്തിലുള്ളത്. അതിൻ്റെ ഉത്തരം ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ. ന്യായാധിപന്മാർ 11:5 ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരാണ് അങ്ങോട്ട് പോയത്. ആറാമത്തെ ചോദ്യം, ആരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം എന്നാണ് ജെഫ്തയോട് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ആരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണമെന്നാണ് ജെഫ്തയോട് ശ്രേഷ്ഠന്മാർ പറഞ്ഞത്? ഉത്തരം അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ. ന്യായാധിപന്മാർ 11:6 നമ്മൾ കാണുന്നത്. അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ. അടുത്ത ചോദ്യം 7, ഞാൻ നിങ്ങളുടെ നേതാവാകും എന്ന് ജെഫ്ത ശ്രേഷ്ഠന്മാരോട് പറഞ്ഞ 2 വ്യവസ്ഥകളിൽ രണ്ടാമത്തേതേത്? 2 വ്യവസ്ഥകളുണ്ടായിരുന്നു. അതിന് രണ്ടാമത്തേത് എന്താണ്? അതിൻ്റെ ഉത്തരം കർത്താവ് അമ്മോന്യരെ തനിക്ക് ഏൽപ്പിച്ചു തന്നാൽ. ന്യായാധിപന്മാർ 11:9 കർത്താവ് അമ്മോന്യരെ തനിക്ക് ഏൽപ്പിച്ചു തന്നാൽ ഞാനത് ചെയ്യാം എന്നുള്ള രീതിയിൽ. എട്ടാമത്തെ ചോദ്യം, മിസ്പായിൽ ആരുടെ മുമ്പിൽ വെച്ച് ജെഫ്ത ജനങ്ങളോട് സംസാരിച്ചു? മിസ്പായിൽ ആരുടെ മുമ്പിൽ വെച്ച് ജെഫ്ത ജനങ്ങളോട് സംസാരിച്ചു? ഉത്തരം കർത്താവിൻ്റെ മുമ്പിൽ വെച്ചാണ്. ന്യായാധിപന്മാർ 11:11 നമ്മളത് വായിക്കുന്നത്, കർത്താവിൻ്റെ മുമ്പിൽ. അടുത്ത ചോദ്യം, പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ 2 മാസത്തേക്ക് അവളെ അയച്ചു. ന്യായാധിപന്മാർ 11:38 ഇത് ആരോട് പറയുന്നതാണ് എന്നാണ്? ജെഫ്ത മകളെ. ജെഫ്ത ആരാണ് അയച്ചത്? ജെഫ്ത മകളെയാണ് അയക്കുന്നത്. അപ്പം അതിൻ്റെ ഉത്തരം ജെഫ്ത മകളെ. 10ാമത്തെ ചോദ്യം, നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല ഇങ്ങനെ പറഞ്ഞതാര്? ഉത്തരം ജെഫ്ത. ന്യായാധിപന്മാർ 11:11 നമ്മൾ വായിക്കുന്നത്. ജെഫ്തയാണ് ഇങ്ങനെ പറയുന്നത്, നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന്. അടുത്ത ചോദ്യം, ജെഫ്തയ്ക്ക് എത്ര കുട്ടികളുണ്ടായിരുന്നു? ജെഫ്തയ്ക്ക് എത്ര കുട്ടികളുണ്ടായിരുന്നു? അതാണ് 11ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ഒരു മകൾ മാത്രം, ഒരു പുത്രിയേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ മകൾ മാത്രമേ ഉണ്ടായിരുന്നു ജെഫ്തയ്ക്ക്. അടുത്ത ചോദ്യം 12,
മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ്റെ പേര്. മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ്റെ പേരെന്താണ് എന്നതാണ് 12ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ബാലാഖ്. ബാലാഖ് എന്നാണ് സിപ്പോറിൻ്റെ മകൻ്റെ പേര്. 13ാമത്തെ ചോദ്യം. ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൻ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും എത്ര വർഷം താമസിച്ചു? എത്ര വർഷമാണ് അവർ താമസിച്ചത്? തിരിച്ചു വരുന്ന വഴി 300 വർഷം. 300 വർഷം അവരവിടെ താമസിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. 14. ഞാൻ കർത്താവിന് വാക്ക് കൊടുത്തുപോയി, ആരുടെ വാക്കുകളാണിവ? ഞാൻ കർത്താവിന് വാക്ക് കൊടുത്തുപോയി, ആരുടെ വാക്കുകളാണിവ? അതാണ് 14ാമത്തെ ചോദ്യം. ഉത്തരം ജഫ്തായുടെ വാക്കുകൾ. ജഫ്തായുടെ വാക്കുകളാണിവ. അടുത്ത ചോദ്യം. നേർച്ചകൾ നിറവേറ്റുന്നതിനെക്കുറിച്ച് ന്യായാധിപന്മാർ 11:35 സമാനമായ പഴയ നിയമവാക്യം ഏത്? നേർച്ചകൾ നിറവേറ്റുന്നതിനെക്കുറിച്ച്. അതിൻ്റെ ഉത്തരം സംഖ്യ 32. സംഖ്യ 32 നേർച്ചകളെക്കുറിച്ച് പറയുന്നത്. സംഖ്യ 32. 16ാമത്തെ ചോദ്യം. പൂരിപ്പിക്കുക. ന്യായാധിപനായ കർത്താവ് ഇസ്രായേലർക്കും അമ്മോന്യർക്കും ഇടയ്ക്ക് ഇന്ന് ഡാഷ് നടത്തട്ടെ. ന്യായാധിപന്മാർ 11:27 എന്ത് നടത്തട്ടെ എന്നാണ് പറയുന്നത്? ഉത്തരം ന്യായവിധി. ന്യായവിധി നടത്തട്ടെ എന്നാണ് പറയുന്നത്. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം. 17. അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ? ന്യായാധിപന്മാർ 11:25 ആര് എതിർത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ബാലാഖ് എതിർത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബാലാഖ് എന്നാണ് എൻ്റെ ആൻസർ. അടുത്ത ചോദ്യം. 18. കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും, തീർച്ച. ന്യായാധിപന്മാർ 11:10 ആരുടെ വാക്കുകളാണിവ? ആരാണ് ഇങ്ങനെ പ്രകാരം പറയുന്നത്? ഉത്തരം ശ്രേഷ്ഠന്മാരുടെ വാക്കുകളാണ്. ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ശ്രേഷ്ഠന്മാരുടെ വാക്കുകൾ. അടുത്ത ചോദ്യം. 19. മോവാബിൻ്റെ അതിർത്തി ഏത്? ന്യായാധിപന്മാർ 11:18 അനുസരിച്ച് മോവാബിൻ്റെ അതിർത്തി ഏത്? അതിൻ്റെ ഉത്തരം അർണോണാണ് എൻ്റെ അതിർത്തി. മോവാബിൻ്റെ അതിർത്തി. അതാണ് നമ്മൾ ഈ ന്യായാധിപന്മാർ 11:18 വായിക്കുന്നത്. 20ാമത്തെ ചോദ്യം. ന്യായാധിപന്മാർ 11 പരാമർശിച്ചിരിക്കുന്ന അമോര്യ രാജാവിൻ്റെ പേരെന്താണ്? ന്യായാധിപന്മാർ 11 പരാമർശിച്ചിരിക്കുന്ന അമോര്യ രാജാവിൻ്റെ പേരെന്താണ്? ഉത്തരം സീഹോൻ. ന്യായാധിപന്മാർ 11:19 സീഹോൻ എന്നാണ് രാജാവിൻ്റെ പേര്, സീഹോൻ. അടുത്ത ചോദ്യം. 21. ഗിലെയാദുകാരനായ ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും എത്ര ദിവസം കരയാൻ പോവുക പതിവായി തീർന്നു? ഇസ്രായേൽ പുത്രിമാർ? 4 ദിവസം. അതാണ് ഉത്തരം. 4 ദിവസം. ന്യായാധിപന്മാർ 11:40 അത് കൊടുത്തിരിക്കുന്നത്. 4 ദിവസമാണ് അവരിങ്ങനെ കരയാൻ പോകുന്നത് എല്ലാ വർഷവും. 22. ജഫ്തായെ അവൻ്റെ സഹോദരന്മാർ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് എന്തുകൊണ്ടായിരുന്നു? എന്നാണ് ചോദ്യം. ഉത്തരം അവൻ അന്യസ്ത്രീയുടെ മകനായതിനാൽ എന്നാണ്. ന്യായാധിപന്മാർ 11:2 അന്യസ്ത്രീയുടെ മകനായതിനാൽ. 23. പുതിയ നിയമത്തിൽ ജഫ്തായെക്കുറിച്ച് എവിടെയാണ് പരാമർശിച്ചിരിക്കുന്നത്? പുതിയ നിയമത്തിൽ ജഫ്തായെക്കുറിച്ച് ഒരിടത്ത് പരാമർശിച്ചിട്ടുണ്ട്. എവിടെയാണ് പരാമർശിച്ചിരിക്കുന്നത്? ഉത്തരം ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 11-ാം അധ്യായം 32-ാം വാക്യം. ഹെബ്രായർ 11:32 അവിടെയാണ് നമ്മളിത് വായിക്കുന്നത്. 24. ന്യായാധിപന്മാർ 11:20 അനുസരിച്ച് ഇസ്രായേലിനോട് പൊരുതുവാൻ യാഹാസിൽ താവളമടിച്ചതാര്? ന്യായാധിപന്മാർ 11:20 അനുസരിച്ച് ഇസ്രായേലിനോട് പൊരുതുവാൻ യാഹാസിൽ താവളമടിച്ചതാര്? ഉത്തരം സീഹോൻ. ന്യായാധിപന്മാർ 11:34 സീഹോനാണ് അവിടെ താവളമടിച്ചത്. അടുത്ത ചോദ്യം. ജഫ്തായുടെ നേർച്ച പ്രകാരം അവൻ യുദ്ധത്തിൽ ജയിച്ച് തിരിച്ചെത്തിയപ്പോൾ ആരായിരുന്നു ആദ്യം അവനെ വരവേൽക്കാൻ വന്നത്? ജഫ്തായുടെ നേർച്ച പ്രകാരം അവൻ യുദ്ധത്തിൽ ജയിച്ച് തിരിച്ചെത്തിയപ്പോൾ ആരാണ് അവനെ സ്വീകരിക്കാൻ വന്നത്? ഉത്തരം അവൻ്റെ പുത്രിയാണ്. ഡാൻസൊക്കെ ചെയ്ത് അവനെ സ്വീകരിക്കാൻ വന്നത് പുത്രിയാണ്. 26. അരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബേൽ കരാമിം വരെയും ഉള്ള എത്ര പട്ടണങ്ങളെക്കുറിച്ചാണ് ന്യായാധിപന്മാർ 11:33 പരാമർശിക്കുന്നത്? എത്ര പട്ടണങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്? ഉത്തരം 20 പട്ടണങ്ങളാണ് ആ ഭാഗത്ത് പരാമർശിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം.
ഒരു കാര്യം എനിക്ക് ചെയ്തു തരണമെന്ന് ജഫ്തായോട് അപേക്ഷിച്ചത് ആര്? ഒരു കാര്യം എനിക്ക് ചെയ്തു തരണമേ എന്ന് ജഫ്തായോട് അപേക്ഷിച്ചത് ആര്? അതാണ് 27ാമത്തെ ചോദ്യം. അതിന് ഉത്തരം ജഫ്തായുടെ മകൾ. ന്യായാധിപന്മാർ 11:37. ജഫ്തായുടെ മകളാണ് ഇങ്ങനെ അപേക്ഷിച്ചത്. ന്യായാധിപന്മാർ 11:37. 28ാമത്തെ ചോദ്യം. ജഫ്തായുടെ മകൾ സഖിമാരോടൊപ്പം താമസിച്ചു തൻ്റെ കന്യാത്വത്തെ പ്രതി വിലപിച്ചത് എവിടെയാണ് അവൾ വിലപിച്ചത് തൻ്റെ കന്യാത്വത്തെ പ്രതി? അതിൻ്റെ ഉത്തരം പർവ്വതങ്ങളിൽ. ന്യായാധിപന്മാർ 11:38. പർവ്വതങ്ങളിലാണ് അവൾ വിലപിച്ചത്. ന്യായാധിപന്മാർ 11:38. അടുത്ത ചോദ്യം 29. കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. ന്യായാധിപന്മാർ 11:10. പ്രകാരം പറഞ്ഞതാര്? കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ എന്ന് പറഞ്ഞതാര്? ഉത്തരം ശ്രേഷ്ഠന്മാരാണ് ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം അവസാനത്തെ ചോദ്യമാണ്. പൂരിപ്പിക്കുക. അവർ ഈജിപ്തിൽ നിന്ന് വരും വഴി ഡാഷ് കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാദേശ് വരെയും എത്തി. 11:16. അവർ ഈജിപ്തിൽ നിന്ന് വരുമ്പോൾ മരുഭൂമിയിൽ കൂടിയാണ് അവർ ഈ മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്നത്. മരുഭൂമിയിൽ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. Thanks for watching. If you have enjoyed this video, please don't hesitate to like, share and subscribe to the channel. Let us be working towards spreading this message. See you in the next edition. God bless you. Joseph for JJ Logos 316.